നമ്മൾ ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് സഞ്ജു സാംസണെ പറ്റി ദിലീപ് പറയായിരുന്നു. കാരണം ഒന്ന് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സഞ്ജു പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലേക്ക് പോകുന്ന ഒരു കളിക്കാരനാണെന്ന്. കാരണം അത്രയും പ്രതിഭയുള്ള ഒരു കളിക്കാരനാണ്. ഈ ടൂർണമെൻറ്റിൻ്റെ ലേറ്റർ സ്റ്റേജിലാണെങ്കിലും അത് സഞ്ജു തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇനിയിപ്പം സഞ്ജുവിനെതിരെയുള്ള ഈ സെലക്ടർമാരിൽ തന്നെ അല്ലെങ്കിൽ ചില ക്രിക്കറ്റേഴ്സ് തന്നെ സഞ്ജുവിനെതിരെ നടത്തിക്കൊണ്ടിരുന്ന നിരന്തരമുള്ള ഒരു കളിക്കാരൻ, എന്താ പറയുക, കഴിവില്ലാത്ത കളിക്കാരൻ എന്നുള്ള രീതിയിൽ ടീമിൽ സെലക്ട് ചെയ്തിട്ട് പോലും അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്താണ് സഞ്ജുവിൻ്റെ ഒരു നിയറസ്റ്റ് ഫ്യൂച്ചറിനെ പറ്റി ദിലീപിനെ തോന്നുന്നു? നിയറസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ടീമിൻ്റെ 2 കൊല്ലം ഉണ്ടല്ലോ അടുത്ത ലോകകപ്പ് വരാൻ. അപ്പോൾ അതിനു മുമ്പ് ക്യാപ്റ്റൻസി ഒക്കെ മാറാൻ പോവുകയാണെങ്കിൽ അതിൽ സാധ്യതയുള്ള ഒരാളായി വന്നിട്ടുണ്ട് ഇപ്പൊ സഞ്ജു. IPL ഒരു ടീമിനെ ക്യാപ്റ്റന് അനുഭവമുള്ള കാരണം തീർച്ചയായിട്ടും ആ ഒരു ചർച്ചയിൽ വരും. പക്ഷെ എനിക്ക് പറയേണ്ടത് പ്രധാനമായിട്ട് ബാറ്റിങ്ങിന്റെ മികവാണ്. അത് T20 പണ്ട് 10 കൊല്ലം മുമ്പ് കോഹ്ലി ഓസ്ട്രേലിയക്കെതിരെ മൊഹാലിയിൽ ഒരു 82 റൺ എടുത്തപ്പോൾ ഗിഡിയൻ ഹേഗ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല ക്രിക്കറ്റായിട്ടെന്ന് ഞാൻ കരുതുന്ന ആള് പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. as much as the marketers try to take cricket out of the game, കോഹ്ലി puts it back in. അതുപോലെ വളരെ എന്താ പറയുക, തീരെ ഒരു റാഷായിട്ട് കളിക്കാതെ ശരിക്കുള്ള ക്രിക്കറ്റ് ഷോട്ട്സ് കളിച്ചിട്ടാണ് 3 മാച്ചിലും, ശരിക്കും പറയാച്ച 3 നോക്കൌട്ട് മാച്ച് ആയിരുന്നു വെസ്റ്റ് ഇൻഡീസ് അടക്കം. അങ്ങനത്തെ ഒരു പ്രദർശനം കാഴ്ചവെക്കാൻ ഇതിനു മുമ്പ് ഈ ടൂർണമെന്റ് ചരിത്രത്തിൽ ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെ അടുപ്പിച്ച 3 കളിയിൽ. അപ്പൊ അതും ശരിക്കും കളിച്ചിട്ട് അത്രയും വലിയ സ്ട്രൈക്ക് റേറ്റിൽ, ഏകദേശം 200 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുക. പക്ഷെ അതിന് എന്താ പറയുക, ക്രൂഡ് ഷോട്ട്സോ മറ്റേ ഇപ്പോഴത്തെ പുതിയ ന്യൂ ഫാഷൻ ഷോട്ട്സ് ഒന്നും കളിക്കാതെ ശരിക്കുള്ള ക്രിക്കറ്റ് കളിച്ചിട്ട് അങ്ങനെ റൺസ് എടുത്ത്, അത് ശരിക്കും ഭയങ്കര ഒരു അതിശയം തന്നെയാണ്. ഈ മറ്റു ഫോർമാറ്റുകളിൽ സഞ്ജുവിന്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? ഇത് വലിയ കോൺഫിഡൻസ് ആണല്ലോ കൊടുത്തിരിക്കുന്നത് സഞ്ജുവിന്. ഇപ്പോ 1 ഡേ ടീമിൽ എവിടെയാണ് സ്പോട്ട് ഉള്ളതെന്ന് ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ആ ഫോർമാറ്റിൽ രോഹിത് ശർമ്മയും കോഹ്ലി ഇപ്പോഴും കളിക്കുന്നുണ്ട്. അപ്പൊ ആരുടെ സ്ഥാനത്ത് വരും? ഇപ്പൊ ഈ ടീമിൽ സഞ്ജുവിന് വരാൻ ഒരു അവസരം കിട്ടിയത് രോഹിത് ശർമ്മ വിരമിച്ചത് കാരണമാണ്. ബട്ട് 50 ഓവർ ഫോർമാറ്റിൽ അത് എപ്പോഴും ഒരു പ്രശ്നമാണ്. പിന്നെ ടെസ്റ്റ് ടീമിൽ ഇപ്പൊ ആകെപ്പാട് ഒരു പ്രശ്നമാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ. അപ്പൊ ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റില്ല. അവര് ചിലപ്പോ ഓരോരുത്തരുടെ പൊട്ടൻഷ്യൽ നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്തു എന്ന് വരും ഇനി വരാൻ പോണ ടൂറിൽ. പ്രത്യേകിച്ച് ഇന്ത്യ മറ്റേ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താൻ ഒരു സാധ്യത ഇല്ലെങ്കിൽ പിന്നെ ഭാവിയിലേക്കുള്ള ഒരു ടീം വെച്ച് പ്ലാൻ ചെയ്യും ചിലപ്പോ. ഈ ഇന്ത്യൻ ടീമിനെ പറ്റി നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ ഒരു പ്രിവ്യൂല് ദിലീപ് പറയുന്നുണ്ട്, അതായത് ഇത് ഏറ്റവും ബാലൻസ്ഡ് ആയ ടീമാണ്, ഫൈനൽ വരെ എത്തുന്നുള്ളത് എന്തായാലും അന്ന് ദിലീപ് പറഞ്ഞിരുന്നു. കാരണം അന്ന് തോൽപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ടീം സൗത്ത് ആഫ്രിക്ക എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് അത്രയും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? കാരണം അതിന്റെ ആ ഒരു എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളും നോക്കിയാൽ ഇത് ഞാനിപ്പോ ബാക്കി ടീമുകളുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇംഗ്ലണ്ട് ആയാലും ഓസ്ട്രേലിയ ആയാലും വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാൻ ഇവരുടെ ഒക്കെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം ഇന്ത്യ ഈ ടൂർണമെന്റിന്റെ ഏത് ഒരു സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാലും ഒരു 80% മേലെ പോയിട്ടില്ല. എന്നിട്ടും വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇഫക്റ്റീവ്ലി ഒരു നോക്കൌട്ട് മാച്ച് ആയിരുന്നു. ഏകദേശം 200 റൺ ചേസ് ചെയ്തെടുക്കുന്നു. പിന്നെ സെമിയിലും ഫൈനലിലും 2-ൽ 250 കടക്കുന്നു. ഇതൊക്കെ ശരിക്കും എല്ലാ കളിക്കാരും ക്ലിക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ബോളർ ബുംറയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രംപ് കാർഡായി കണ്ടിരുന്ന വരുൺ ചക്രവർത്തി നോക്കൌട്ട് മാച്ചിലും മറ്റേ സൂപ്പർ 8സിലും ഒക്കെ ഫ്ലോപ്പ് ആയിരുന്നു. ആ വരുൺ ചക്രവർത്തിയുടെ ഒരു ഇൻപുട്ടും ഇല്ലാതെയാണ് ഇപ്പൊ പോയി ജയിച്ചിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞു, ഒരു 80% ഒരു ഗ്രേഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു B ഗ്രേഡേ കൊടുക്കുള്ളൂ ഈ ടീമിന്. എന്നിട്ടും അവർ പോയി ജയിച്ചു എന്നുള്ളതാണ് ശരിക്കും. അതാണ് ബാക്കിയുള്ളവരെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. ഹൗ ഡു വി സ്റ്റോപ്പ് ഇന്ത്യ നൗ എന്നാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്. ഈ വരുൺ ചക്രവർത്തിയുടെ കാര്യത്തില് എനിക്ക് തോന്നുന്ന ഗാർഡിയനൊക്കെ ആദ്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്ലെയറിന് സെലക്ട് ചെയ്ത കൂട്ടത്തിൽ വരുൺ ചക്രവർത്തി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് വരുൺ ചക്രവർത്തി ഇത്രയും ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? ഞാൻ എനിക്ക് അറിയണ 1-2 അനലിസ്റ്റിനോട് സംസാരിച്ചു. ഇപ്പൊ ഈ കുറെ എല്ലാ ടീമിനും ഇപ്പൊ അനലിസ്റ്റ് ഉണ്ടല്ലോ. അത് ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്പേഴ്സ് നോക്കല്ല,
അവർക്ക് ഇത്രയും പൈസ കൊടുക്കേണ്ട ഈ നമ്പേഴ്സിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ വീഡിയോ ഫുട്ടേജിൽ നിന്ന് അവർക്ക് പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ മിസ്റ്ററി ബോളേഴ്സൊക്കെ ആദ്യം അവരുടെ കരിയർ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കുറെ വിക്കറ്റ് എടുക്കും ആദ്യത്തെ കുറെ മാച്ചിൽ. അതിപ്പോ മെൻഡിസ് ആയാലും വരുണായാലും എന്നുവെച്ചാൽ അവർക്ക് ഈ അനലിസ്റ്റിന് നോക്കാനുള്ള ഡേറ്റ ഇല്ല. ഒരു സാമ്പിൾ സൈസ് എത്തിയാലല്ല എന്തെങ്കിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഒരു സാമ്പിൾ സൈസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ വരുൺ ചക്രവർത്തിയുടെ ആദ്യത്തെ ബോള് 6 അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ റിയാക്ഷൻ, അടുത്ത ബോൾ ഒരു ഫാസ്റ്റ് ബോൾ ആയിരിക്കോ അല്ലെങ്കിൽ ഒരു സ്ലോ ഗൂഗ്ലി ആയിരിക്കും. ഈ പാറ്റേൺസ് ഒക്കെ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിന്നെ വരുന്നുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ബോൾ ടേൺ ചെയ്യാറില്ല, അധികം ഓവർ സ്പിന്നാണ്. ഇപ്പൊ എത്ര ഫ്ലാറ്റ് പിച്ചാലും ഇപ്പൊ ഒരു ഇംഗ്ലണ്ടിന്റെ ആദിൽ റഷീദ് എല്ലാ പിച്ചിലും ബോൾ ടേൺ ചെയ്യും. അപ്പൊ അതിന്റെ ആ ബാറ്റ്സ്മാനെ അഗെയിൻസ്റ്റ് ലൈൻ അടിക്കുമ്പോ ആ ഒരു റിസ്ക് ഉണ്ട്. വരുണിന്റെ കാര്യത്തിൽ ഇപ്പൊ ബാറ്റ്സ്മാൻ മനസ്സിലായിട്ടുണ്ട് ഇത് ബോൾ ടേൺ ചെയ്യാൻ പോകണ്ട, അപ്പൊ എനിക്ക് നേരെ അടിക്കാൻ പറ്റും. ഇതുവരെ സക്സീഡ് ചെയ്തിരുന്ന കാര്യങ്ങളും ഇപ്പൊ ശരിയാവണില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇനിയിപ്പോ തിരിച്ചു പോയിട്ട് ഒരു ടൂർണമെന്റിന്റെ ഇടയ്ക്ക് കാര്യങ്ങൾ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ കൽക്കട്ടയില് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുണിന്റെ ഒരു ഹോം ഗ്രൗണ്ട് എന്ന് പറയാലോ. കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ കളിക്കാരനാണ്. അവിടെയാണ് മൂപ്പർ ഏറ്റവും കൂടുതൽ ഒരു പരാജയപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. അല്ല, ഇത് ഈ ടീം ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ആയാലും ന്യൂസിലൻഡും ഇന്നലെ ആകെ ശരിക്കും അടിച്ചൊരു ബോളർ വരുണാണ്. അപ്പൊ അവർക്കൊക്കെ ആ വരുണിന്റെ ബോളിങ്ങിലുള്ള പാറ്റേൺസ് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കുറെ കളി അടുപ്പിച്ച് ഇങ്ങനെ അടി കിട്ടുമ്പോൾ നമ്മൾ ഒരു കളിക്കാരന്റെ കോൺഫിഡൻസും കുറയും. നമ്മള് നേരത്തെ ന്യൂസിലൻഡ് സീരീസിനിടയ്ക്ക് സഞ്ജുവിന്റെ ബാറ്റിങ്ങിനെ പറ്റി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഫിഡൻസ് ആണ് 50% കളിയില്. അപ്പൊ വരുണിപ്പോ കോൺഫിഡൻസും ഇല്ല, ആ പാറ്റേൺസ് മറ്റേ ടീംസ് മനസ്സിലാക്കാനും തുടങ്ങി. ഈ മിസ്റ്ററി സ്പിന്നേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ ദിലീപ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ, കാരണം ഇപ്പം ഷെയ്ൻ ബോൺ ആയാലും മുത്തയ്യ മുരളീധരനൊക്കെ ആണെങ്കിലും അവസാനം വരെ അവര് കളിക്കുന്നതിന്റെ അവസാനം വരെ വളരെ മിസ്റ്ററി തന്നെയായിരുന്നു അവര്. അതെന്താണ് അവരുടെ ക്വാളിറ്റി എന്തായിരുന്നു? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു ബോളർ ആയാലും ഇപ്പൊ ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയ ജസ്പ്രീത് ബുംറ, മഹത്തായ എല്ലാ ബോളർമാർക്കും കൺട്രോളാണ്. അവർക്ക് വേണ്ട സ്ഥലത്ത് ബോൾ പിച്ച് ചെയ്യിക്കും. അത് അവർക്ക് വേണ്ട പോലെ ബോൾ സ്പിൻ സീം ഒക്കെ ചെയ്യിക്കാൻ പറ്റും. അതാണ് ഒരു വലിയൊരു വ്യത്യാസം. ഇപ്പൊ വോണിന്റെ ഒക്കെ കൺട്രോൾ ഭയങ്കരമായിരുന്നു. അത് ഇത്ര ടേൺ ചെയ്യുകയാണെങ്കിലും ഇത്രയാണെങ്കിലും ആ കൺട്രോൾ വിട്ടുള്ള കളിയില്ല. അതുപോലെ തന്നെ മുരളി ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു കോയിൻ വെച്ചാലും കൂടി അതിന്റെ മേലെ ബോൾ പിച്ച് ചെയ്യിക്കാൻ പറ്റും. ആ ഒരു കഴിവ് എല്ലാവർക്കും ഇല്ല. ഇപ്പൊ ഇന്നലത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഇന്ത്യയുടെ T20 ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ 5 ബോളർമാരിൽ വരും അർഷ്ദീപ് സിംഗ്. എന്റെ അഭിപ്രായത്തിൽ വിക്കറ്റ് എടുത്തതിന്റെ എണ്ണം മാത്രമല്ല നോക്കണ, ആകെപ്പാടുള്ള കഴിവ്. പക്ഷെ അർഷ്ദീപും ബുംറയും തമ്മിലുള്ള എന്താ വ്യത്യാസം? ആ ഒരു ചില ബോള് എക്സിക്യൂഷനിൽ കുറച്ച് തെറ്റിപ്പോവും അർഷ്ദീപിന്. ബുംറയ്ക്ക് ഓൾമോസ്റ്റ് ഒരിക്കലും തെറ്റാറില്ല. അത് പ്ലാൻ ചെയ്ത സ്ഥലത്ത് തന്നെ പോയി ബോൾ വീഴും. അതാണ് ഒരു വലിയ വ്യത്യാസം ഏറ്റവും വലിയ ബോളർമാരും അടുത്ത ലെവലും തമ്മിൽ. സഞ്ജുവിനെ പോലെ തന്നെ വളരെ ഈ ടീമിന്റെ വിജയത്തിൽ വലിയ പങ്കുവഹിച്ച ആളാണ് ബുംറയുടെ ഇപ്പം ഇംഗ്ലണ്ടായിട്ടുള്ള കളിയിലെ ഡെത്ത് ഓവർ ബൗളിംഗ്, പിന്നെ അതുപോലെ ഇന്നലത്തെ കളിയിലെ പ്രകടനം, പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള പ്രകടനം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ബുംറ ഇത് ഏത് ഫോർമാറ്റിലും പാകമായ ഒരു കളിക്കാരനാണ്. ദിലീപ് എങ്ങനെയാ റിവ്യൂ ചെയ്യാം? ഞാൻ 3 ആൾക്കാരുടെ വാക്ക് പറയാം. വസീം അക്രം പറഞ്ഞത് ബുംറയുടെ അടുത്ത് ആകെ ചെയ്യാൻ പറ്റാവുന്ന ഷൂസ് കട്ടുകൊണ്ടുപോവാ കളിക്കാതിരിക്കാൻ വേണ്ടി. ആൻഡർസൺ പറഞ്ഞു ഇതുപോലത്തെ വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഡെയിൽ സ്റ്റെയിൻ പറയുന്നത് ഇവൻ ഇല്ലെങ്കിൽ പകുതി മാച്ചിന്റെ ചിലപ്പോൾ ജയിക്കില്ല. പ്രത്യേകിച്ച് ആ ഇംഗ്ലണ്ട് കളി ഉറപ്പായിട്ട് ഒരു ഓവർ മുമ്പ് ഇംഗ്ലണ്ട് ജയിക്കുകയായിരുന്നു. ഈ 3 കളിക്കാരും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സ്കിൽഫുൾ ബോളർമാരാണ്. ആൻഡർസൺ, വസീം, സ്റ്റെയിൻ. അവർക്ക് വരെ ശരിക്കും അത്രയും അതിശയമാണ് ബുംറയുടെ ബോളിംഗ് കാണുമ്പോൾ. അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കവർ ചെയ്ത അവസാനത്തെ ലോകകപ്പ് T20 ലോകകപ്പ് 2016 ഞാൻ വെസ്റ്റ് ഇൻഡീസിന്റെ പ്രാക്ടീസ് കാണാൻ പോയായിരുന്നു. ആ കാലത്ത് 10 കൊല്ലം മുമ്പ് ഇവരുടെ പ്രാക്ടീസ് പറഞ്ഞാൽ വെറും 6 അടിക്കല.
ഏത് ബോളായാലും 6 അടിക്കണം. അതിപ്പോൾ യോർക്കർ ആയാലും യോർക്കർ, സ്ലോ കട്ടർ ആണെങ്കിൽ സ്ലോ, എല്ലാത്തിനും 6 അടിക്കാൻ വേണ്ടി അവർ പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോൾ കെറിൻ പോളാർഡ്, ആൻഡ്രെ റസൽ, ലെൻഡൽ സിമൺസ്, ഇവരൊക്കെ ഇതായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഇത് 10 കൊല്ലമായിട്ട് ബുംറ കളിക്കാൻ തുടങ്ങി. 2016 തന്നെ ഡെബ്യൂ ചെയ്യണം. അപ്പൊ ബുംറയുടെ ബോളിങ്ങിലും ഒരു മിസ്റ്ററി ഇല്ല. ഇപ്പൊ എല്ലാ ടീംസിനും ബുംറ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാം. യോർക്കർ വരും, സ്ലോവർ ബോൾ വരും, മറ്റേ സ്ലോവർ ഓഫ് കട്ടർ വരും, ഇതൊക്കെ അവർക്ക് അറിയാം. പക്ഷെ എന്നാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതും ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ വരെ, ജേക്കബ് ബെത്തൽ അന്ന് സെഞ്ചുറി അടിച്ച ആളാണ്. പക്ഷെ ഡെത്ത് ഓവേഴ്സില് ബുംറയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ബാക്കി ആര് യോർക്കർ എറിയുമ്പോഴും അത് ആർക്കും പേടിയില്ല. എന്നുവെച്ചാൽ യോർക്കർക്ക് ഇപ്പൊ ക്രീസിൽ ഡീപ്പായി നിന്നിട്ട് 6 അടിക്കുക കളിക്കാർ. അതിപ്പോ ഇന്ത്യൻ ബാറ്റ്സ്മാൻ മാത്രമൊന്നുമല്ല, ഇപ്പൊ ഒമാന്റെ ആയാലും ഇറ്റലിയുടെ ആയാലും ഒക്കെ അവരത് പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ബുംറയുടെ യോർക്കർ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ റിസ്റ്റ് സ്നാപ്പ് ഉണ്ട്. അത് മുരളിയുടെ റിസ്റ്റ് ഞാൻ മുമ്പ് കണ്ടിട്ട് എനിക്കൊക്കെ ഇത്രേ വളയ്ക്കാൻ പറ്റില്ല. മുരളിയുടെ ഇതുവരെ വരികയായിരുന്നു. അത് കാരണമാണ് ആ ടേൺ കിട്ടിയിരുന്നത്. ബുംറയുടെ അത് കാരണം ഈ സ്നാപ്പ് കാരണം ബോളിന്റെ പാത്ത് ശരിക്കും ബാക്കിയുള്ളവരുടെ യോർക്കർ ഇങ്ങനെയാണെങ്കിൽ ബുംറയുടെ വേറെ തന്നെ ഒരു ഇതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാ വരണം. അപ്പൊ അത് കാരണം ഏത് ബെത്തലായാലും ബ്രുക്കായാലും ആരായാലും അവർക്കത് കഷ്ടി ബ്ലോക്ക് ചെയ്യാനേ പറ്റും. 6 അടിക്കാനൊന്നും അവര് പോലും ചിന്തിക്കുന്നില്ല. അപ്പൊ അത് പണ്ട് മെഗ്ര എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്തിനെങ്ങനെ എല്ലാവരും എങ്ങനെ ഔട്ടാക്കുന്നു പറഞ്ഞു നടക്കണം, പേടി അവർക്ക് മനസ്സിലാവില്ലേ? അപ്പൊ പറഞ്ഞു എന്നോട്, അവർക്ക് അറിഞ്ഞോണ്ട് എന്താ തടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ ബുംറയുടെ ഇപ്പൊ എല്ലാ സീക്രറ്റ്സും എല്ലാ ടീമിനും അറിയാം, പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ശരിക്കും ജീനിയസ് എന്ന് പറയുന്നത്. ഇന്നലെ ന്യൂസിലൻഡിന്റെ കളി നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്ട്രാസ്, പിന്നെ മാത്രമല്ല നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും. കാരണം വിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കളി കയ്യിൽ നിന്ന് പോവുകയാണെന്നുള്ള രീതിയിൽ വൈഡുകൾ തുടർച്ചയായിട്ട് എറിയുന്നു. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഇപ്പം ഹെൻറിയുടെ ഓവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതുപോലെ ഫെർഗ്യൂസന്റെ ഓവർ എങ്ങനെയാ അത്? അവര് എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഒരു വലിയ ഫൈനലില് ആദ്യം ബാറ്റ് ചെയ്യാൻ നല്ലത്. എനിക്കറിയാം 50 ഓവേഴ്സിൽ ഓസ്ട്രേലിയ ചേസ് ചെയ്തിട്ടാണ് ജയിച്ചത്. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി 50 ഓവേഴ്സിൽ ചേസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഒരു ടാർഗറ്റ് വെച്ചിപ്പോ കോഹ്ലിയൊക്കെ അതിൽ മാസ്റ്റർ ആയിരുന്നു. ഈ T20 ഇത്രയും വലിയൊരു ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ അതും ഇത് ബാറ്റിംഗ് പിച്ചായിരിക്കുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഫൈനൽ ആവുമ്പോൾ ചേസ് ചെയ്യാൻ എപ്പോഴും റിസ്ക്. എങ്ങാനും മറ്റേ ടീം 200 മേലെ എടുത്തു കഴിഞ്ഞാൽ പോയി. പിന്നെ ഇവര് ഇന്നലെ ഇന്ത്യ വളരെ സ്മാർട്ടായിട്ടാണ് കളിച്ചത്. ആദ്യത്തെ 2 ഓവറിൽ 12 റണ്ണേ എടുത്തിട്ടുള്ളൂ. പക്ഷെ സഞ്ജു ആയാലും അഭിഷേക് ശർമ്മ ആയാലും വെറുതെ വിക്കറ്റ് കളഞ്ഞില്ല. അവര് വേണമെങ്കിൽ അവർക്ക് അയ്യോ റൺ റേറ്റ് 6 ഉള്ളൂ, ഇനിയിപ്പോ അടിച്ച് ഔട്ട് ആവണം എന്ന് പറഞ്ഞ് ആ രീതിയിൽ കളിക്കായിരുന്നു. പക്ഷെ രണ്ടുപേരും അവരുടെ സെറ്റിൽ ചെയ്യണ വരെ അവർ വെയിറ്റ് ചെയ്തു. 3ാമത്തെ ഓവർ തൊട്ട് പവർ പ്ലേയുടെ അവസാനത്തെ 4 ഓവറിൽ 80 റൺ അടിക്കണം. അപ്പൊ അങ്ങനത്തെ ഇന്ത്യ വളരെ ആ കണ്ടീഷൻസ് നോക്കി മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോ അവർക്കൊരു ഉത്തരവ് ഉണ്ടായിരുന്നു. ഈ ഇന്ത്യൻ ടീമിന്റെ ഇപ്പോൾ ഉള്ള ഈ പറയുന്ന ടീം നമുക്കറിയാം ലോകോത്തര കളിക്കാരോ അല്ലെങ്കിൽ അത്രയും ജീനിയസുകളായിട്ടുള്ള കളിക്കാരോ ഒന്നുമല്ല. പക്ഷെ ഇതിനകത്ത് IPLന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതല്ലേ? കാരണം വെച്ചാൽ നമ്മൾ ഇപ്പൊ T20 എന്ന് പറയുന്ന ഇതിനകത്തുള്ള വേറൊരു സമാനമായ വലിയൊരു ലീഗാണല്ലോ അത്. അതിനകത്ത് അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രമാത്രം? വലിയ കോൺട്രിബ്യൂഷൻ. ഇപ്പൊ IPL ഇല്ലാതെ ബുംറ ഇല്ല, IPL ഇല്ലാതെ ഒരു വരുൺ ഇല്ല. ഇവരൊക്കെ IPL ആ പാത്ത് വേ കൂടി വന്നിട്ടില്ല. അല്ലാതെ ശരിക്കും മറ്റേ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് വഴി വന്ന കളിക്കാരല്ല. ഇവരൊക്കെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കുറച്ച് അതിന് മുമ്പ് കളിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും ശ്രദ്ധയിൽ പെടേണ്ടത് ഇപ്പൊ അശ്വിൻ. ഇതിനൊക്കെ മുമ്പ് അശ്വിൻ അങ്ങനെ CSKക്ക് കളിച്ചിട്ടാണ് ശരിക്കും ഇന്ത്യൻ ടീമിൽ വരുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഇന്നലെ എത്ര 86,000 ആളൊറ്റ കളി കാണാനുള്ളത്. അത്രയും ആളുടെ മുമ്പിൽ കളിക്കാൻ ഇവർക്ക് ആർക്കും പേടിയില്ല. എന്താ വെച്ചാൽ ഇവര് IPL അത് കളിച്ചിട്ടുണ്ട്. എല്ലാ കളിക്കാരും ഇന്ത്യയുടെ എല്ലാ കളിക്കാരും അങ്ങനത്തെ ഒരു ക്രൗഡിന്റെ മുമ്പിൽ അങ്ങനത്തെ ഒരു സ്റ്റേഡിയത്തിൽ എല്ലാവരും കളിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു അനുഭവം എല്ലാ സീസണും അങ്ങനത്തെ 14 മാച്ച് ഇപ്പൊ 3, 4, 5 സീസൺ കളിച്ചു കഴിഞ്ഞാല് നിങ്ങക്ക് അങ്ങനത്തെ ഒരു എന്ത് അന്തരീക്ഷമായാലും നിങ്ങക്ക് പേടിയില്ല.
അതൊരു വലിയൊരു മാറ്റം തന്നെയാണ്. ഇതിനൊരു നെഗറ്റീവ് സൈഡ് പറയുന്നത് അങ്ങനെയുള്ള ക്രിട്ടിക്കലായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പം നമ്മുടെ ടെസ്റ്റ് ടീം അല്ലെങ്കിൽ വൺ ഡേ ടീമൊക്കെ രൂപപ്പെടുത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ T20യുടെ ഒരു ആധിപത്യം വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതെന്താ വെച്ചാൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഗൗതം ഗംഭീറിന്റെ കോച്ചിങ് ചെയ്തിട്ടുള്ള ഇപ്പൊ എത്ര ഒരു 20 മാസമൊക്കെ ആയി കഴിഞ്ഞു. ആ 20 മാസത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഗൗതം ഗംഭീറിന് വൈറ്റ് ബോൾ ടീംസിനെ കോച്ച് ചെയ്യാൻ വളരെയധികം കഴിവുള്ള മനുഷ്യനാണ്. അതിലൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജോലി കൊടുത്തതും. KKRന്റെ കൂടെ മെന്ററായി ചെയ്തിരുന്ന പണി കാരണം. വൈറ്റ് ബോൾ ടീമിനെ പറ്റി ആർക്കും ഒരു സംശയമില്ല. അതിപ്പോ ODI ടീം ആയാലും എനിക്ക് പൂർണ്ണ പ്രതീക്ഷന്റെ അടുത്ത ലോകകപ്പ് അതിപ്പോ കോഹ്ലിയും രോഹിത് ഇല്ലെങ്കിൽ കൂടി അതിന്റെ മിനിമം സെമിയെങ്കിലും എത്തുന്ന എനിക്ക് ഉറപ്പാണ് അടുത്ത ലോകകപ്പ്, സൗത്ത് ആഫ്രിക്കയിലായാലും കൂടി. പക്ഷെ ടെസ്റ്റ് ടീമിനെ പറ്റി ആർക്കും ഒരു പ്രതീക്ഷയില്ല. ഇപ്പൊ എന്ന് വെച്ചാൽ റിസൾട്ട് ഇങ്ങനെ മോശമായി വരിക. അതെന്തുകൊണ്ടാണ് ഈ ഫോർമാറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ T20യും ODIയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാർക്ക് പോവാം. T20ന്ന് ടെസ്റ്റിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും സാധ്യമല്ല. എപ്പോഴും ബൗൺസിനെ പറ്റി ഇയൻ ചാപ്പൽ പറയായിരുന്നു, യു ക്യാൻ അഡ്ജസ്റ്റ് ഡൗൺ, യു കാൺട്ട് അഡ്ജസ്റ്റ് അപ്പ്. അതാണ് പുറമെ പോകുമ്പോ ഈ ഭയങ്കര പേർത്ത് പോലത്തെ പിച്ചിൽ പോയി കളിക്കാൻ ബുദ്ധിമുട്ടാ. ബൗൺസ് നമ്മൾ യൂസ്ഡ് ആയെന്നും കുറെ കൂടി മുകളിലേക്കാണ് വന്ന് ബോൾ തട്ടേണ്ടത്. അത് എപ്പോഴും ബുദ്ധിമുട്ടാണ്. താഴത്തേക്ക് വരുമ്പോ നമുക്ക് കണ്ണു വെച്ചത് ശരിക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇത് T20ന്ന് വലിയൊരു ലെവല് മേധയാണ് ടെക്നിക്ക് എക്സാമിൻ ചെയ്യണേല് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു കോച്ചിങ് സ്റ്റാഫിനും അതിപ്പോ മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. ഇനിയിപ്പോ നമ്മൾ അങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് കാണാൻ സാധ്യതയില്ല. ഈ നമ്മളിപ്പോ കഴിഞ്ഞ ടൂർണമെന്റ് ടോട്ടലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു പൊതു ക്രിക്കറ്റ് ആസ് എ സ്പോർട്ട് അതിന് നൽകിയിട്ടുള്ള ഒരു എന്താണ് അതിന്റെ ഒരു ഈസ്തെറ്റിക് സംഭാവന എന്താണ്? ഈസ്തെറ്റിക് സംഭാവന എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ആകപ്പാടെ കളിയെ സംബന്ധിച്ചിട്ടുള്ള റെസ്പോൺസ് ഇപ്പൊ ഇന്ത്യ ഇംഗ്ലണ്ട് മാച്ചിന് ഈ ICCയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ റെക്കോർഡ് ട്രാഫിക് ആയിരുന്നു. അത് സാധാരണ അത് എപ്പോഴും ഇന്ത്യ പാകിസ്ഥാനിന് വരുന്നതാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഡിജിറ്റൽ ഇത് പ്ലാറ്റ്ഫോംസ് വലുതായി വരുമ്പോ കളിയുടെ എന്താ പറയുക ഒരു ഫാൻ ബേസും കുറച്ച് മാറി വരുന്നുണ്ട്. അപ്പൊ അത് കളിക്ക് തീർച്ചയായിട്ടും നല്ലത് തന്നെ. ഒരു സ്പോർട്ടിന് ഒരിക്കലും ഒരു ഇന്ത്യ പാകിസ്ഥാന്റെ ബാക്കിൽ മുഴുവൻ സഞ്ചരിക്കാൻ പറ്റില്ല. അത് സാധ്യമല്ല. അത് ഒരു കമേഴ്ഷ്യൽ സൂയിസൈഡ് ആണ് അത് ശരിക്കും. അങ്ങനെ ഒരു കളിയിൽ വെച്ച് മാത്രം എല്ലാം കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ വേറെ മാച്ചസ് വരണം. ഇപ്പൊ അഡ്വർടൈസേഴ്സ് ആയാലും സ്പോൺസേഴ്സിനും ഫാൻസിനും ഒക്കെ താല്പര്യമുള്ളത്. അപ്പൊ അതൊരു വലിയ മാറ്റം. പിന്നെ ഈ അസോസിയേറ്റ് ടീംസ് പണ്ടത്തേന്നും കുറെ കൂടി നന്നായി കളിച്ചു. മറ്റേത് കഴിഞ്ഞ തവണയൊക്കെ അനേക കംപ്ലൈന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്തിനാ 20 ടീം, ഇവരൊക്കെ വേസ്റ്റ് ആണ്, വെറുതെ സമയം കളയാൻ വേണ്ടി വന്നിരിക്കുക. പക്ഷെ ഇത്തവണ നേപ്പാൾ ആയാലും ഇറ്റലി ആയാലും സ്കോട്ട്ലൻഡ് ആയാലും എല്ലാവരും ഓരോ നല്ല കളിയെങ്കിലും കളിച്ചു. ഇപ്പൊ അമേരിക്കയൊക്കെ കളികൾ അധികം ജയിച്ചില്ലെങ്കിലും ഇപ്പൊ ഇന്ത്യയുടെ എതിരെയായാലും പാകിസ്ഥാനെതിരെ ആയാലും ഒക്കെ ഫേസസിൽ വളരെ നന്നായി കളിച്ചു. അപ്പൊ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ക്രിക്കറ്റ് വളരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആകെയുള്ളൊരു ചോദ്യം ഈ എക്സ്പാറ്റ് പോപ്പുലേഷൻ അപ്പുറത്തേക്ക് അത് വളരാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അധികം കളിക്കേണ്ടത് ഇന്ത്യൻസും പാകിസ്ഥാനീസ്, ശ്രീലങ്കൻസ്, വെസ്റ്റ് ഇന്ത്യൻസ് അവരാണ് അധികം ടീമിലും കളിക്കേണ്ടത്. ഇപ്പോഴത്തെ ഈ ടൂർണമെന്റിൽ നമ്മളിപ്പം ഇന്ത്യൻ ടീമിൽ സഞ്ജു, ബുംറ മാറ്റി നിർത്തിയാൽ ദിലീപിന് ഏറ്റവും ഒരു വളരെയധികം സാധ്യതകൾ ഇനി അങ്ങോട്ടുള്ള T20യിൽ സാധ്യതയുള്ള ഒരാളായിട്ട് തോന്നുന്ന ആരെ? ഹർഷ്ദീപ് സിംഗ് ഇനിയും എന്തായാലും കുറച്ച് കാലം കളിക്കും. പിന്നെ അഭിഷേക് ശർമ്മയുടെ ഒക്കെ അതിന് കുറെ ക്രെഡിറ്റ് എന്നല്ല, മുഴുവൻ ക്രെഡിറ്റും ഗൗതം ഗംഭീറിനും ടീം മാനേജ്മെന്റിനും തന്നെ കൊടുക്കണം. എന്താ വെച്ചാൽ ഇവര് എല്ലാ കളിക്കാരിലും അത്രയും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അത് സഞ്ജു ആയാലും ഇപ്പൊ ലോകകപ്പിന് മുമ്പ് സഞ്ജുവിന്റെ ഫോം വെച്ചിട്ട് വേണമെങ്കിൽ സ്ക്വാഡിൽ നിന്ന് പുറത്താക്കായിരുന്നു, അവരത് ചെയ്തില്ല.
അതേപോലെ അഭിഷേകിന്റെ ഈ ടൂർണമെന്റിലത്തെ ഫോം 7 മാച്ചിലോ 1 മാത്രമായിരുന്നു സ്കോർ ചെയ്തിരുന്നത് ഫൈനലിന് മുമ്പ്. ബാക്കി 6 മാച്ചിൽ 21 റണ്ണേ എടുത്തിട്ടുള്ളൂ. സാധാരണ അങ്ങനത്തെ ഒരു കളിക്കാരനെ ഡ്രോപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ നോയ്സ് എന്ന് പറഞ്ഞാൽ അത്ര അധികമാണ്. അതും 99% ആൾക്കാർക്കും കളിയെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അത് നമുക്ക് കുറെ എണ്ണം ജസ്റ്റ് ആ 24 മണിക്കൂർ കൂടുമ്പോ പപ്പെന്ന് പറയാൻ വേണ്ടി ഓരോ ചാനൽസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ കുറെ പേരുണ്ട്. കളിയെ പറ്റി ഒന്നും അറിയില്ല, കളിക്കാരെ പറ്റി അറിയില്ല, കളികൾ പോയി കണ്ടിട്ടില്ല, ഒന്നും അറിയില്ല. പക്ഷെ ആ പ്രഷർ എപ്പോഴും ഈ ടീമിന്റെ മേലെ വരാം. ഈ അഭിഷേക് യൂസ്ലെസ് ആണ്, അവനെ ഡ്രോപ്പ് ചെയ്യും, സഞ്ജു എന്തിനാ ടീമിലുള്ള, ഇതൊന്നും ഇവര് കേട്ടിട്ടില്ല. ഇവര് മറ്റേ നോയിസ് ക്യാൻസലിങ് ഹെഡ്ഫോൺസ് വെച്ച പോലെ അവര് ഞങ്ങൾക്ക് ഈ 15 കളിക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, അവര് കളിക്കും, അവര് ജയിക്കും. അതാണ് ഏതൊരു മികച്ച ടീം നോക്കിക്കഴിഞ്ഞാലും അതില് 11 പേര് മാത്രല്ല ജയിക്കണം, ബെഞ്ചിലിരിക്കണവരും കൂടി. ഇപ്പൊ സഞ്ജു ബെഞ്ചിൽ നിന്ന് വന്നിട്ടാണ് ഇന്ത്യ ജയിപ്പിച്ചത്. 99 ഏറ്റവും ഫേമസ് ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലില് 90 മിനിറ്റും ബയൺ മ്യൂണിക്ക് ഡോമിനേറ്റ് ചെയ്തിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുന്നത് 2 സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഗോൾസ് വെച്ചിട്ട്. അപ്പൊ ശരിക്കും ഒരു ടീമിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ബെഞ്ചാണ്. അതിപ്പോ ഇന്ത്യ തെളിയിക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് സഞ്ജുവിന്റെ മേതെ അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയേണ്ടത്, മാറ്റം വേണ്ടി വന്നപ്പോ അവർ മാറ്റം ചെയ്തു. അത് പലപ്പോഴും ടീം മാനേജ്മെന്റ്സ് സ്റ്റബേൺ ആവും, ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി, ഇതൊന്നും മാറ്റില്ല. പക്ഷെ ഇവർക്ക് 3-4 കളി കഴിഞ്ഞപ്പോൾ മനസ്സിലായി 2 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് വെച്ച് ഓപ്പൺ ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുന്നില്ല. അതിപ്പോ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും രണ്ടുപേരും മികച്ച കളിക്കാരാണ്, പക്ഷെ ആ കോമ്പിനേഷൻ ക്ലിക്ക് ചെയ്യുന്നില്ല. എല്ലാ ടീമും ഓഫ് സ്പിന്നറെ വെച്ച് ബോളിംഗ് ഓപ്പൺ ചെയ്യണു, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പവർ പ്ലേയിലും 60 റണ്ണൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, സഞ്ജുവിനെ കൊണ്ടുവന്നു. അതോടെ ആകപ്പാടെ ഇന്ത്യയുടെ ക്യാമ്പയിൻ മാറും ചെയ്തു. അപ്പൊ ഇതിന് രണ്ടിനും ശരിക്കും ക്രെഡിറ്റ് കൊടുക്കണം. വേണ്ട സമയത്ത് മാറ്റങ്ങൾ വരുത്തി, പിന്നെ എല്ലാ കളിക്കാരിലും വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം പൂർണ്ണമായിട്ട് അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു.